1400 ചില്ലാനം കൊല്ലമായി ഇസ്ലാം ഇന്ത്യയിൽ വന്നിട്ട്, പുണ്യ റസൂലുള്ളാഹിന്റെ കാലത്ത് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് ചെയ്തിട്ടുള്ള സേവനത്തിന് ഒരു വില കൊടുത്ത് തീർക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല. മുസ്ലിങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കൂല, ഒരു മതസ്ഥാപനം ഇവിടെ ഉണ്ടാവില്ല. ഹിന്ദുക്കൾ വർഗീയവാദി ആകളായിരുന്നുവെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ കഴിഞ്ഞ 1.5 സഹസ്രാബ്ദ കാലഘട്ടത്തിൽ ചെയ്ത സമർപ്പണങ്ങൾ, ഹിന്ദുക്കളായ രാജാക്കന്മാർക്കും ഹിന്ദുക്കളായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി ചെയ്ത സമർപ്പണങ്ങൾ ചരിത്രത്തിൽ ചികഞ്ഞെടുത്ത് പഠിച്ചാൽ ഒരിക്കലും അവരെ തള്ളിക്കളയാൻ ഹിന്ദുക്കൾക്ക് കഴിയില്ല. അങ്ങനെ ഒരു കെട്ടുപടഞ്ഞ് കിടക്കുന്ന ചരിത്രമാണ്. വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉസ്താദ് ഇപ്പൊ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളോട് പലർക്കും വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവും. കാരണം നമ്മുടെ നാടിന്റെ നിലനിൽപ്പ്, നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ബലപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഈ വാക്കുകൾ ഒരുപാട് ഉപകാരപ്പെടും. ഒരുപക്ഷെ ഈ ഉസ്താദ് പറഞ്ഞത് ശരിയാവാം, ശരിയല്ലാതിരിക്കാം, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ വരും തലമുറയ്ക്ക് ഇതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും, പിന്നെ നമ്മുടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈ മതവിഭാഗത്തിലുള്ളവർ പരസ്പരം ഇങ്ങനെ മത്സരിക്കുന്നതും അല്ലെങ്കിൽ മതത്തിനോടുള്ള ഒരു വിദ്വേഷം ഉണ്ടാക്കുന്നതും കുറച്ച് ചില ആളുകൾക്ക് മാത്രമാണ്. അവർക്കൊന്നുകിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ കാണും, അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് കാണും. അങ്ങനെയുള്ള കുറച്ചു പേര് മാത്രമാണ് ഇതിനകത്തിൽ ഒരു ഇതിനെ തള്ളി പറയുന്നതോ അല്ലെങ്കിൽ മതം തമ്മിൽ അങ്ങനെ അടിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അല്ലാതെയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ എന്നും ഒന്നായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമുക്കിപ്പം ഈ പേമാരിയും മഴയും പ്രളയവും ഒക്കെയാണ്. ഇപ്പൊ നമ്മൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഇപ്പൊ സഹായിക്കാൻ വരുന്നവർ ഇപ്പൊ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നൊന്നും ഇപ്പൊ നോക്കുന്നില്ല. ഇതിലുപരി വേറെ ഒരു ഉദാഹരണം ഇനി പറയാനില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഉസ്താദ് പറഞ്ഞ ഈ വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടമായി. അത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മളത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഭാവിക്ക് ഏറ്റവും ഉപകാരപ്രദമാവും എന്നാണ് എനിക്ക് തോന്നുന്നതല്ല. അങ്ങനെ തന്നെ ആവും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവും അല്ലേ?